ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് കേട്ടിട്ട് മുസ്ലിം ചിലപ്പോ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നു. അത്ര ക്ലിയർ ആണിത്. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ഒരു പറ്റ മൗലിയാക്കളുടെ കഥ പറയുന്നിടത്ത് 309 കൊല്ലം അള്ളാഹുവോട് ഉറക്കിക്കെടുത്തി. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കി. 309 കൊല്ലം ഈ ഔലിയാക്കൾ അള്ള ഉറക്കിക്കെടുത്തി, മരിച്ചിട്ടില്ല. കണ്ണ് തുറന്നു വെച്ച അവസ്ഥയിലാണ് ഉറങ്ങുന്നത്. കണ്ണ് കൂട്ടിയിട്ട് പോലുമില്ല, കണ്ണിങ്ങനെ തുറന്നു വെച്ചിട്ട്. എന്നിട്ട് അള്ള പറയാ, റസൂലേ നിങ്ങളെങ്ങാനും അവരുടെ കിടത്തം കണ്ടിട്ട് നിങ്ങൾ പേടിച്ചു പോയി. കണ്ണ് തുറന്നു വെച്ച അവസ്ഥയിലാണ് ഉറങ്ങുന്നത്, കണ്ണ് പൂട്ടിയിട്ടില്ല, ഇത് അറിഞ്ഞിട്ടില്ല, പക്ഷേ അവർ ഉറങ്ങുകയാണ്. അങ്ങനെ 309 കൊല്ലം അള്ളാഹു ഉറക്കി. എന്നിട്ട് അവർ തട്ടിപ്പറിച്ച് എഴുന്നേറ്റു. എന്നിട്ട് ഈ വലിയകൾ, ഈ ഔലിയാക്കള്, കള്ളം പറയാത്ത ഔലിയാക്കള് പരസ്പരം പറയാ, എത്ര ഉറങ്ങി? അതിലൊരാൾ പറഞ്ഞു, ഒരു ദിവസത്തിന്റെ കുറച്ച് ഭാഗം, പാതി, അത്രയ്ക്കുള്ള ഏതാനും സമയം. 309 കൊല്ലം, 3 നൂറ്റാണ്ട് കഴിഞ്ഞു പോയത് അള്ളാന്റെ വലിയകൾ അറിഞ്ഞില്ല. ഉറങ്ങിക്കിടക്കുമ്പോ പിന്നല്ലേ മരിച്ചിട്ട്. മനുഷ്യ ചിന്തിക്ക്, ബുദ്ധി കൊടുത്ത് ആലോചിക്ക്. ആറ്റൂര് സ്കൂളുണ്ടല്ലോ, സ്കൂൾ പഠിച്ചിട്ടുണ്ടല്ലോ, മനുഷ്യന് ഭൗതികമായിട്ട് സാക്ഷരത നേടിയിട്ടുണ്ടല്ലോ. ആലോചിക്ക്, കോമൺ സെൻസ് ഉപയോഗിച്ച്. ഈ വലിയകളെ 309 കൊല്ലം മരിച്ചതല്ല, ഉറക്കിക്കിടത്തിയിട്ട് എഴുന്നേറ്റിട്ട് അവർ പരസ്പരം പറയാ, ഒരു മണിക്കൂർ അല്ലെ ഒരു ദിവസത്തിന്റെ പാതി, ഏതാനും സമയം ഉറങ്ങിയിട്ടുള്ളൂ. എന്നിട്ടോ അവരുടെ കയ്യിൽ 309 കൊല്ലം മുമ്പുണ്ടായിരുന്ന നാണയം അത് കൊടുത്തിട്ട് ഒരാളോട് പറയാം, ബി കെയർഫുൾ, വളരെ ശ്രദ്ധിക്കണം, നമ്മുടെ പിന്നിൽ രാജാവുണ്ടാവും, അനുയായികളുണ്ടാവും, നമ്മൾ പോടി ഗുഹയിൽ അഭയം പ്രാപിച്ചാണ്, അവർ നമ്മുടെ തൊട്ട് പിന്നാലുണ്ടാവും, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് കടയിൽ പോയിട്ട് ഭക്ഷണം വാങ്ങിക്കൊണ്ടിരിക്കുക. നോക്കണം, അവർ കള്ളം പറഞ്ഞതാണോ, നാടകം അഭിനയിച്ചതാണോ, അറിഞ്ഞിട്ട് മറച്ചു വെച്ചതാണോ? അള്ളാന്റെ ഖുർആൻ കള്ളം പറയുന്ന ഗ്രന്ഥമാണോ? നാടകം അഭിനയിക്കുന്ന ഗ്രന്ഥമാണോ? മുനാഫിക്കുകളെ പറ്റി പ്രശംസിക്കുന്ന ഗ്രന്ഥമാണോ? ഒരിക്കലുമല്ല. എന്നിട്ട് ആ കടയിൽ ചെന്നിട്ട് ഈ നാണയം കൊടുത്തു കടക്കാരന്, ചില ഭക്ഷണം തരണം. കടക്കാരൻ അത്ഭുതപ്പെട്ടു. അയാൾ നോക്കുകയാണ് ഇവരുടെ മുഖത്തേക്ക്. എന്നിട്ട് ചോദിച്ചു, എവിടുന്നാ? കാലവും ലോകവും ഒന്നും മാറി അറിഞ്ഞില്ല, എവിടുന്നേ എണീറ്റ് വരുന്നത്? 309 കൊല്ലം കഴിഞ്ഞു മുമ്പിലാലേ, എവിടുന്നാ നിങ്ങൾ വരുന്നത്? ഇതേതാ നാണയം? അയാൾക്ക് പരിചയം തന്നെയല്ല. ഈ 309 കൊല്ലം കഴിഞ്ഞു പോയത് അള്ളാന്റെ ഔലിയാക്കൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ നാണയം കൊടുത്ത് നാണം കെടാൻ ഈ വലിയകൾ പോകുകയായിരുന്നോ? അത് ചിന്തിക്കാൻ നിങ്ങൾക്ക് SLC വേണ്ട, നിങ്ങൾക്ക് ഒന്നും വേണ്ട. പെട്ടിട്ട അവസ്ഥയിൽ ചിന്തിച്ചാൽ മനുഷ്യ ചിന്തിക്ക്. മുജാഹിദ് പ്രസ്ഥാനം എന്താ പറയുന്നത്? നിങ്ങൾ ശരിക്കും ആലോചിക്കുക. ആ കൗപ്പറി കടയിൽ ചെന്നിട്ട് ആകെ ബേജാറായ 309 കൊല്ലം കഴിഞ്ഞു പോയതറിഞ്ഞ ഉറങ്ങിക്കിടന്നവര്. എന്നിട്ട് നിങ്ങൾ പറയുന്നത് ഇതുപോലത്തെ വലിയകൾ മരിച്ച A to Z അവരറിയും. ഞങ്ങൾ ആരെ കൂടെ നിൽക്കണം? അള്ളാന്റെ ഖുർആൻ നിങ്ങളെ വാദല്ല, റസൂലുള്ളാഹിന്റെ സുന്നത്ത് നിങ്ങളെ വാദല്ല. അതുകൊണ്ട് തന്നെ ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂലി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീല. സ്നേഹത്തോടു കൂടി നിങ്ങളോട് പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്ക്. 4-ാം അധ്യായം സൂറത്തുൽ നിസാ 59-ാമത്തെ വചനം. മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ സമസ്തക്കാർ വരുന്ന മരിച്ചവർ കേൾക്കുന്നു, മുജാഹിദുകൾ വരുന്ന മരിച്ചവർ കേൾക്കില്ല. മരിച്ചവരോട് വിളിച്ച് തേടാൻ പാടില്ല. ഇനി കേട്ടു നിങ്ങൾ സങ്കല്പിച്ചാൽ പോലെ അവരോട് തേടാൻ പാടില്ല. മുജാഹിദ് പ്രസ്ഥാനം പറയും. ഞങ്ങൾക്കുള്ള തെളിവുകളാണ് ഞങ്ങൾ വിശദീകരിക്കുന്നത്. അല്ലാതെ ഒരു തന്നെ പ്രസംഗത്തിന്റെ അപ്പുറപ്പുറവും കെട്ട് ഒരക്ഷരോ ഒരു വാചകമൊക്കെ കേൾപ്പിച്ച ആളുകളെ വഞ്ചിക്കല്ല. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം, ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. ഞങ്ങളുടെ അപ്പുറം കേട്ടാൽ ഉപ്പുറം കേട്ടാൽ നിങ്ങൾ ഈ ആശയ അല്ലാതാവില്ല. നേരെ മറിച്ച് ഞങ്ങളുടെ അപ്പുറം കേട്ടാൽ നിങ്ങൾ പറഞ്ഞതിന്റെ നേരെ ഏത് കാര്യം അങ്ങനെ ആളുകളെ വഞ്ചിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ? ഇഹലോകവും പോയി പരലോകവും പോയി. ഇഹലോകത്ത് കുറെ സുഖങ്ങൾ ഉണ്ടാവും, അതാണ് സുഖമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാ. അത് സുഖമല്ല, അതല്ല സുഖം. ആഖിറത്തിലെ സുഖമാണ് സുഖം. അവിടുത്തെ രക്ഷപ്പെടലാണ് രക്ഷ. അതുകൊണ്ട് തന്നെ ശരിക്കും മനസ്സിലാക്ക്, ഉൾക്കൊള്ള്. അല്ലാഹു ഇനി ഏറ്റവും അത്ഭുതം കേൾക്കണം നിങ്ങൾക്ക്. അത്ഭുതകരമായ ഒരു കാര്യം കേട്ടുള്ളൂ. ഖുർആൻ 2-ാം അധ്യായം 259-ാമത്തെ ആയത്തിൽ നിന്ന് വീട്ടിൽ ചെന്ന് എടുത്തു നോക്ക്. സാധാരണക്കാരോട് ഞാൻ പറയുന്നത് ആ വാചകത്ത് പറയുന്നറിയോ? ഒരു മനുഷ്യൻ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തൂടെ സുബൈക്ക് ഇങ്ങനെ പോവുക. അപ്പൊ ആ നാട് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് അദ്ദേഹം പറയണം, പടച്ചോനെ ഈ മരിച്ചവരൊക്കെ നീ എങ്ങനെ ജീവിപ്പിക്കുക, ഈ നിർജീവ നാടിനെ നീ എങ്ങനെ സജീവാക്കുക എന്ന് ഈ നടന്നു പോകുന്ന മഹാസ്വാത്വികനായ മനുഷ്യൻ പ്രതിവചിച്ചു മനസ്സിലെ. ഉടനെ തന്നെ അള്ളാഹു എന്ത് ചെയ്യുമെന്നറിയോ? അദ്ദേഹത്തെ അങ്ങ് മരിപ്പിച്ചു കളഞ്ഞു. അള്ളാഹു അദ്ദേഹത്തെ മരിപ്പിച്ചു. എന്നിട്ട് 100 കൊല്ലം കഴിഞ്ഞിട്ട് അടിവരട്ടോ ഖുർആനാ പറയുന്നത്, മുജാഹിദ് പ്രസ്ഥാനമാണ് പറയുന്നത്. അതിനൊരു ആധികാരികത ഉണ്ട്, നഞ്ഞമിഞ്ഞമല്ല. ഖുർആനിലെ 2-ാം അധ്യായം 259-ാമത്തെ വചനം A to Z നോട്ട് ചെയ്ത് പഠിക്കും. 100 കൊല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ മരിപ്പിച്ചു, അങ്ങനെ കിടത്തി. 100 കൊല്ലത്തിന് ശേഷം അല്ലാഹു അദ്ദേഹത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ചിന്തിക്കണം, ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് അല്ലാഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്,
എത്ര കാലം? അപ്പൊ അദ്ദേഹം പറയാം, ഒരു ദിവസമല്ലേ, ഒരു ദിവസത്തിന്റെ പാതി. അങ്ങനെ അറിയുള്ളൂ, കൊല്ലം കടന്നു പോകുന്ന അറിയില്ല. നോക്കണം, ഒരു മഹാനായ വ്യക്തിത്വം. എന്നിട്ട് അദ്ദേഹത്തോട് അല്ല പറയാം, അത് നോക്ക്, നീ അന്ന് സഞ്ചരിച്ച കഴുതയതാ മരിച്ച് എല്ല് ദുർബലമായി മണ്ണോട് മണ്ണ് ചേർന്നിരിക്കുന്നു, 100 കൊല്ലം പിന്നിട്ടു. എന്നാൽ നീ അന്ന് ഉപയോഗിച്ച ഭക്ഷണം ഉണ്ടല്ലോ, അതിന് കേടുവരാതെ ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട് 100 കൊല്ലം. നോക്ക്, ഫ്രിഡ്ജിൽ വെച്ച പോലെ ഫ്രീസർ ചെയ്ത് സംരക്ഷിച്ചിരിക്കുന്നു. കണ്ടുകളാ, അല്ല പഠിപ്പിച്ചു കൊടുക്കാൻ. ഇവിടെ നിങ്ങൾ ആലോചിക്കണം, ഇത് ആരാ ഈ മഹാൻ? ഇത് വെറുമൊരു ആ മഹാൻ എന്ന ഹോജ അതല്ല. ഈ മഹാനാരാ? ഉസൈർ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഉസൈർ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ അള്ളാഹു മരിപ്പിച്ചു. 100 കൊല്ലത്തിന് ശേഷം അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ആ 100 കൊല്ലത്തിനിടയിൽ ലോകത്ത് നടന്ന ഒന്നും ഒരു നബിക്ക് അറിയാൻ കഴിഞ്ഞില്ല. മുത്തു മുസൽമാനെ, ഇനി എന്താ നിന്നോട് പറയേണ്ടത്? നിനക്ക് വേണ്ടി ഹൃദയം പൊട്ടി മരിക്കണം. സഹോദര, നീ ഒന്ന് ആലോചിക്ക്, നീ ഒന്ന് രക്ഷപ്പെടാൻ, ശിർക്കിൽ നിന്ന്, നരകാഗ്നിയിൽ നിന്ന്, നിന്റെ ഉസ്താദ് നിന്നെ പിടിച്ചു വെച്ച കമ്പനി നരകത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ. സഹോദര, ഒരു നബിയെ 100 കൊല്ലം മരിപ്പിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ച് പഠിപ്പിച്ചു കൊടുത്തു. മരിച്ചോലി കേൾക്കൂല, ഒരു നബിയിലൂടെ തെളിയിച്ചു. 350 കൊല്ലം ഔലിയാക്കളെ ഉറക്കിക്കിടത്തി, ഉറങ്ങിയാൽ തന്നെ മറിഞ്ഞ കാര്യം അറിയില്ല എന്ന് പഠിപ്പിച്ച ഗ്രന്ഥം നിങ്ങൾ വായിക്കാൻ നിങ്ങളെ കുറ്റം. ഇനി ഇതിൽ കവിഞ്ഞ് ജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിഷയം തന്നെ പടച്ചെ നമ്മൾ സൃഷ്ടിക്കില്ല. ഇനി ഇതിൽ കവിഞ്ഞ് എന്ത് പറയാനാണ്? ഇതും മനസ്സിലാകുന്നില്ല നിങ്ങൾക്കെങ്കിൽ ഇനി ആര് വന്നാലാ നിങ്ങൾ നന്നാവുക? ചിന്തിക്ക്, എത്ര ക്ലിയറാണ് അള്ളാന്റെ ഖുർആനിൽ. അതാണ് പ്രമാണങ്ങളിലേക്ക് മടങ്ങൂ സമൂഹമേ എന്ന് ഈ ആറ്റൂര് വിഷയം തെരഞ്ഞെടുത്ത്. നിങ്ങൾക്ക് നേരം എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇനിയും നേരം എടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹാ. ഒരു നഫ്സിന് കഴിയാത്തല്ല കൽപ്പിക്കില്ല. എന്റെ മാക്സിമം ഞാൻ ഈ പറയുന്നത്. ഇതിന്റെ പേരിൽ ഒരു ലാഭവും ഇല്ല. 3 ദിവസമായി വീട്ടിൽ പോയി, മനസ്സിലായോ? നാളെ തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചു പോകണം. ഇന്നലെ വന്നതും അവിടുന്ന്. വേറൊരു നോട്ടവും ദുനിയാവിലില്ല. ആഖിറത്തെ പേടിച്ചിട്ട് ഈ പ്രസംഗത്തിന് ശേഷം സലാത്തിൽ ഈ സദസ്സിനോട് പിരിക്കുകയാണ് നിങ്ങൾക്ക് വിചാരിക്കായിരുന്നു. ഇക്കിടി കിട്ടാനാണ്, ഒന്നും കിട്ടണ്ട. ബസ്സിനൂലി വരെ വാങ്ങാറില്ല പലപ്പോഴും. ഇത് പറയുന്ന എന്തിനാണ്? ഇതാണ് സത്യമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ യാഥാർത്ഥ്യം നിങ്ങളോട് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ നോക്കേതെങ്കിലും ഒരു